നമ്മുടെ ഊട്ടിയിലെ അടിപൊളി കാഴ്ചകളുടെയും അനുഭവങ്ങളുടെയുള്ള യാത്രയാട്ടെ ഈ വീഡിയോ. നമ്മുടെ മനോഹരമായ ഊട്ടിയിലേക്കും അവിടെയുള്ള പല ഗെയിംസും പിന്നെ ജീവിതത്തിൽ ആദ്യമായി കുതിരപ്പുറത്ത് കയറി നാട്ടുകാരെ പേടിപ്പിച്ച ഒരു സംഭവമാട്ടെങ്കിൽ പറയാനുള്ളത്. ഡൂട്ടുപേട്ട വ്യൂ പോയിന്റിലേക്കുള്ള മെയിൻ ഗേറ്റിലൂടെ കടന്ന കുറച്ച് സ്ട്രീറ്റ് വൈബാണ്. ഇവിടുന്ന് ഒരു മസാല കടലും വാങ്ങി 10 രൂപ ടിക്കറ്റ് എടുത്ത് ആ ടവറിന്റെ മേലെ കയറുന്ന കാണുന്ന കാഴ്ചയുണ്ടല്ലോ, അടിപൊളിയാണ്. ഇത് പോരാ ഇനിയും വൈബ് വേണമെങ്കിൽ കുറച്ച് ഇറങ്ങിയെന്ന് കഴിഞ്ഞാൽ ഒരു അടിപൊളി സൂയിസൈഡ് പോയിന്റ് ഉണ്ട്. അവിടെ നിന്ന് കാണുന്ന കാഴ്ച അതിനിപ്പോ എന്താ പറയാ, അതൊരു ഫീലാണ്. അവിടെ നിന്ന് തിരിച്ചു വന്ന് ഒരു ചായ കുടിക്കുമ്പോഴേക്കും ഈ മല അങ്ങ് കോട കൊണ്ട് മൂടി. കാര്യം പറയാലോ, നിങ്ങളിപ്പോ കാണുന്നതിന്റെ 3 ഇരട്ടി കോട അവിടെ ഉണ്ട്. ക്യാമറയിൽ അത് കാണാനില്ല എന്ന് മാത്രം. ടോട്ടൽ 1 മണിക്കൂർ നേരമാണ് ഓട്ടോക്കാരെ എനിക്ക് ഇവിടെ തന്നിരിക്കും. അപ്പൊ തിരിച്ചുള്ള യാത്രയെ കുറിച്ച് പറയുന്നതിന് മുന്നേ ഞാൻ ഊട്ടിയിലേക്ക് വന്ന ടോയ് ട്രെയിൻ യാത്രയെ കുറിച്ച് പറയാം. അതിന്റെ വീഡിയോന്റെ ലിങ്ക് ഇപ്പൊ നിങ്ങളുടെ ഈ വീഡിയോയുടെ തലക്കാൻ പുറത്ത് വന്നിട്ടുണ്ടാവും. സംഭവം ബ്യൂട്ടിഫുൾ വൺ ടൈം എക്സ്പീരിയൻസ് ആണ്. അവിടെ നിന്ന് തന്നെ ഓട്ടോക്കാരൻ കൊണ്ടുപോയത് ഒരു ടീ ഗാർഡനിലേക്ക് ആട്ടാ. കുറ്റം പറയാൻ പറ്റല്ലോ, അടിപൊളി തന്നെയായിരുന്നത്. പക്ഷെ ഈ വീഡിയോയിൽ തന്നെ വരാനിരിക്കുന്ന അടുത്തൊരു ടീ ഗാർഡൻ ഉണ്ട്. അതിനെ വെച്ച് നോക്കുമ്പോൾ ഈ ടീ ഗാർഡൻ ഒന്നുമല്ല. ഉച്ചയ്ക്ക് 1 മണിക്ക് നല്ല അടിപൊളി കോടയിൽ മുങ്ങിയെടുക്കുന്ന ഒരു ടീ ഗാർഡൻ. പക്ഷെ എനിക്ക് പറ്റിയ ചെറിയ അബദ്ധം കാരണം എനിക്കത് എൻജോയ് ചെയ്ത് കാണാൻ പറ്റും. അതെന്താന്ന് അവിടെ എത്തുമ്പോൾ പറയാട്ടാ. പുലർച്ചെ 2:30 തുടങ്ങിയ യാത്ര ആയതുകൊണ്ട് ഈവനിങ് ആവുമ്പോൾ എന്റെ പണിക്കുറ്റളകി. ഇനി ഒരൊറ്റ ലക്ഷ്യമുള്ളൂ, ഇരുട്ടാവണേക്ക് മുന്നേ ബുക്ക് ചെയ്ത ഹോട്ടലിൽ എത്തിപ്പെടണം. ഊട്ടിയിൽ തന്നെ റൈഡേഴ്സിന്റെയും ബാക്ക് പാക്കേഴ്സിന്റെയും ഇഷ്ട സ്ഥലമായ ഗോസ്റ്റ് ഓപ്സ് എന്ന ഹോട്ടലിലാണ് ഞാൻ ബുക്ക് ചെയ്തിരിക്കുന്നത്. ഒന്നും പറയാല്ല, സംഭവം കിട്ടില്ല ആംബിയൻസ്. എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ ഈ സ്നൂക്കർ ടേബിളും പിന്നെ ഈ ഫുഡ് ടേബിളൊക്കെ കാണുന്നത്. സത്യം പറഞ്ഞാൽ കളിക്കാൻ അറിയാത്തതുകൊണ്ട് തൊടാൻ പോയില്ല. പിന്നെ അധികം വൈകിക്കാതെ ഫുഡ് കഴിച്ച് കിടന്നുറങ്ങി. അങ്ങനെ എല്ലായിടത്തും പോലെ ഊട്ടിയിലും പ്രഭാതം പൊട്ടി വിടർന്നു. ഈ മലകളുടെ പുറകിൽ നിന്ന് പൊങ്ങി വരുന്ന സൂര്യനെ കാണാൻ വേണ്ടി രാവിലെ 6 മണിക്ക് എണിച്ചിരിക്കുന്നതാണ്. അവസാനം ഒരു 6:45 7 മണിയായപ്പോൾ കിട്ടിയ സീനാണ്. ഇനിയിപ്പോൾ താമസിച്ച സ്ഥലത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ കിടിലൻ എക്സ്പീരിയൻസ് ആയിരുന്നു. നല്ല അടിപൊളി സീനറിയും നല്ല അടിപൊളി സർവീസും എല്ലാം കൊണ്ടും സൂപ്പറായിരുന്നു. ഇനി ഇന്നത്തെ പരിപാടി എന്താണെന്ന് പറഞ്ഞാൽ, നമ്മൾ ഒരു ട്രാവൽസിനെ വിളിച്ചിട്ട് ഇന്നത്തെ എല്ലാ യാത്രകളും ഒരു ബസ്സിലാണ്. ആ ബസ്സിൽ ഒരു 350-400 രൂപ കൊടുത്തു കഴിഞ്ഞാൽ അവർ ഇന്ന് മൊത്തം നമ്മളെല്ലാ സ്ഥലങ്ങളും ചുറ്റി കാണിക്കും. കേൾക്കുമ്പോൾ നല്ല ഫാന്റാസ്റ്റിക് ഐഡിയ ആയിട്ട് തോന്നിയെങ്കിലും അതിനൊരു ഡൗൺ സൈഡ് ഉണ്ട്. അത് വഴിയെ പറയാം. ഈ ടീം ഞങ്ങൾ ആദ്യം കൊണ്ടുപോയത് ഊട്ടി ലേക്കിലേക്കാണ്. ഇതൊരു കോമൺ പ്ലേസ് ആയതുകൊണ്ട് ഇതെന്റെ ലിസ്റ്റിലേ ഉണ്ടായിരുന്നില്ല. ഇതാണ് ആദ്യത്തെ ഡൗൺ സൈഡ്. നമ്മൾ ഇഷ്ടമല്ലെങ്കിലും നമുക്ക് ആ സ്ഥലം കണ്ടേ പറ്റും. തൃശ്ശൂർ പൂരത്തിന്റെ എക്സിബിഷന് എല്ലാ വർഷം കയറുന്നതുകൊണ്ട് ഈ യന്ത്രഊഞ്ഞാലിൽ കയറാൻ പോയില്ല. പിന്നെ ബോട്ടിങ്. ലക്ഷദ്വീപിൽ 5-6 വർഷമായി താമസിക്കുന്ന എനിക്ക് എന്തോന്ന് ബോട്ടിങ്. പക്ഷെ ഇനി കുറച്ച് നാൾക്കുള്ള ഒരു അടിപൊളി ബഞ്ച് ജമ്പിങ് സെറ്റപ്പ് ആയിട്ട് വരുന്നുണ്ട്. അത് വന്ന പൊളിക്കും. ഇതിലെല്ലാം കയറണമെങ്കിൽ ആദ്യം നമ്മൾ ഇവിടുന്ന് ടിക്കറ്റ് എടുക്കണം. അതിനുശേഷം അവിടെ പോയിട്ട് കാര്യമുള്ളൂ. ഇതിനെല്ലാം പുറമെ ചെറിയ കുട്ടികൾക്ക് കളിക്കാനായിട്ട് ഇവിടെ ഗെയിം സോൺ തന്നെ സെറ്റ് ആക്കിയിട്ടുണ്ട്. റീൽസിലൊക്കെ പലപ്പോഴും കണ്ടിട്ടുണ്ടെങ്കിലും ഇങ്ങനെ പഞ്ച് ചെയ്തിട്ട് സ്കോർ കാണിക്കുന്ന പരിപാടിയില്ല. അതൊന്ന് ട്രൈ ചെയ്യാന്ന് വെച്ചു. Average 600. ഏവറേജ് പോയിട്ട് ഏവറേജിന് അകലെയെന്ന് പോലും കാണാൻ പറ്റാണ്ടായപ്പോൾ ഞാൻ എൻ്റെ കഴിവ് ബാസ്കറ്റ് ബോൾ തെളിയിക്കാന്ന് വിചാരിച്ചു. കാർഡിൽ പൈസ കഴിഞ്ഞപ്പോൾ അവിടെ നിന്നാണ്ട് ഇറങ്ങി. പിന്നെ ചുറ്റും ഒന്ന് കറങ്ങി തിരിഞ്ഞ് നേരെ ബസ്സിൻ്റെ അവിടേക്ക് വിട്ടു. സമയത്ത് തിരിച്ചു തന്നില്ലെങ്കിൽ ബസ്സിന്റെ വഴിക്ക് പോകുന്ന അവർ ഫസ്റ്റേ പറഞ്ഞിട്ടുള്ള കാര്യം. നെക്സ്റ്റ് ഡെസ്റ്റിനേഷനാണ് ഈ ഊട്ടി ട്രിപ്പിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമായ ഒരു സ്ഥലം. വീഡിയോയുടെ ആദ്യം പറഞ്ഞ ആ ടീ ഗാർഡനില്ലേ, അതാണ് ഈ സ്ഥലം. ഇപ്പോൾ സമയം 12 കേട്ടോ. കട്ട ഉച്ചയാണ് നമ്മുടെ നാട്ടിലൊക്കെ. പക്ഷേ ഇവിടെ ഞാൻ കുണൂര് ഒരു ടീ ഗാർഡനിൽ വന്നതാണ്. ഒരു രക്ഷയില്ല, കോടന്ന് പറഞ്ഞ് പൊളിച്ചടക്കി വെക്കുകയാണ് ഇവിടെ. നിങ്ങളുടേതായ വണ്ടികളിൽ ബൈക്ക്, കാറ് അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ കാണാനുള്ള മുതലുണ്ട് ഇവിടെ. പക്ഷേ ഈ ബസ്സിൽ എൻ്റെ പോലെ വന്നു കഴിഞ്ഞാൽ ഇവർ നമ്മളൊന്ന് സെറ്റായിട്ട് ഒന്ന് കണ്ട് ആസ്വദിച്ച് വരുമ്പോഴേക്കും അരേ ബായ് വാ 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 എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ആ മൂട കളയും. അതാണ് എനിക്കുണ്ടായി. പേഴ്സണലി എനിക്ക് വലിയ താല്പര്യമായില്ല. ഇങ്ങനെ നമുക്കൊരു ഫ്രീഡം വേണ്ടേ, നമ്മളോട് ഓടിക്കണ്ട് തീർക്കാനല്ലല്ലോ വരണേ. പക്ഷേ എല്ലാം കാണണം, എല്ലാ സ്ഥലങ്ങളും ഒട്ടെത്തിക്കണം, ഓടി എത്തിക്കണം എന്നൊക്കെ ആണെങ്കിൽ ഇത് സെറ്റാ. അല്ലെങ്കിൽ ചിലപ്പോൾ 1-2 സ്ഥലങ്ങൾ കണ്ടിട്ട് പോരേണ്ടി വരും. ഞാൻ നോക്കിയപ്പോൾ ഒറ്റയ്ക്കായ കാരണം നോക്കി നോക്ക്
നമ്മൾ ഇങ്ങനത്തെ കാഴ്ചകൾ എന്തും കാണുന്നൊന്നല്ല. അപ്പൊ സമാധാനമായിരുന്നു ഇതൊന്ന് ആസ്വദിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവര് സമയം കഴിഞ്ഞെന്ന് പറഞ്ഞിട്ട് നമ്മൾ ബസ്സിൽ കയറ്റും. നേരെ നമ്മുടെ മുന്നിൽ കാണുന്നതാണ് സ്ലീപ്പിംഗ് ലേഡി മൗണ്ടെയിൻ വ്യൂ. ശ്രദ്ധിച്ച് നോക്കണം, കാരണം എനിക്ക് തന്നെ കാണാനില്ല. അവിടെ നിറച്ച് മഞ്ഞാണ്, മഞ്ഞ് പോകുന്ന പറഞ്ഞപ്പോൾ അടുത്തായിട്ട്. ചെക്കിങ് എന്താ അതിൽ പ്രോപ്പറായിട്ടില്ല. പ്രോപ്പറാണ്. ഇതാണ് പിടിച്ചോ, ചാടിക്കട്ടെ, ചാടി കുറച്ച് മുമ്പിൽ ഇതിന് പിടിച്ചോട്ടെ. ഓക്കെ ഓക്കെ. ರೈಟ್ ಇರ್ತಾ ರೈಟ್, ಲೆಫ್ಟ್ ಇರ್ತಾ ಲೆಫ್ಟ್, ರೆಂಡಿಗೆ ಇರಿಚು ಬಿಡ್ತಾ ಸ್ಟಾಪ್ ಆಗು. ಹೊರಗೆ ಲೂಸ್ ಇಟ್ಟು ಇದನ್ನು ಸೇತು ಬಿಟ್ಟು കുറച്ച് മുമ്പിൽ വന്നു. മതി. കുതിരേനെ റൈഡ് ചെയ്യാന്ന് പറഞ്ഞാൽ ഇത്രയും സിമ്പിളാന്നുള്ള കാര്യം അന്നാണ് എനിക്ക് മനസ്സിലായത്. ലെഫ്റ്റ് വലിച്ച് ലെഫ്റ്റ്, റൈറ്റ് വലിച്ച് റൈറ്റ്, നേരെ വലിച്ച് സ്റ്റോപ്പ്. ഇതിനാണോ ആൾക്കാർ 10,000 കൊടുത്തിട്ട് ട്രെയിനിങ്ങിന് പോണെന്ന് അപ്പൊ ചിന്തിച്ചു. പക്ഷെ വൈകാതെ തന്നെ ആ ചിന്ത വളരെ തെറ്റാന്ന് മനസ്സിലാക്കാൻ സാധിച്ചു. ഇതിനെ പിടിച്ചോ, രണ്ടി വലിച്ചു പിടിച്ചാൽ സ്റ്റോപ്പ് ആകും. ഓക്കെ ഓക്കെ ഓക്കെ. എന്തൊക്കെ പറഞ്ഞാലും ചെറുപ്പമുള്ള ഒരു ആഗ്രഹമായിരുന്നു കുതിരപ്പുറത്ത് കയറിയുള്ള സവാരി. അതങ്ങ് സാധിച്ചു. അതിന്റെ സന്തോഷത്തിലായിരുന്നു ഞാൻ. പക്ഷെ റോഡിലൂടെ നടന്നു പോകുന്നവർക്ക് അത്ര സന്തോഷം കണ്ടില്ല കേട്ടോ. കുതിര അടുത്ത് വരുമ്പോ അവർ ഓലിടുന്നു. എന്തിനാണോ എന്തോ. ഏകദേശം ഒരു 1/2 മണിക്കൂറോളം ഉണ്ടായിരുന്ന ഈ യാത്രയ്ക്ക് അവരെൻ്റെ നല്ല കാശ് പൊട്ടിച്ചെങ്കിലും ഞാൻ ഹാപ്പിയാണ്. അതല്ലേ മുഖ്യം. അതും പോരാതെ നമ്മുടെ കുതിരയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. നമ്മുടെ കുതിര ഫോട്ടോയ്ക്ക് പോസ് ചെയ്യും, നല്ല അടിപൊളിയായിട്ട് ക്യാമറയ്ക്ക് നോക്കും. അവിടുന്ന് പിന്നെ ബൊട്ടാനിക്കൽ ഗാർഡന്റെ മുന്നിൽ നിന്ന് 2 ഊട്ടിപ്പൂവും വാങ്ങി KSRTC ബസ് പിടിച്ച് വീട്ടിലേക്ക് പോകുന്നു. അപ്പൊ നമ്മുടെ മനോഹരമായ ഈ ഊട്ടി യാത്രയോടെ അവസാനിക്കാട്ടാ. അപ്പൊ വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോട്ടാ. അപ്പൊ അടുത്ത വീഡിയോയിൽ കാണാം.